ഹായ് ഹലോ. മഴ കൊണ്ടിട്ട് എൻ്റെ ചെടികളൊക്കെ അങ്ങനെ സുന്ദരിയായി നിൽക്കുന്നുണ്ടല്ലേ, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ പ്ലാൻസ് ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ സെയിൽ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ പറ്റിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കുന്നതും ഞാൻ സെയിൽ തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു സിങ്കോണി നിങ്ങൾ വിചാരിക്കും ഞാൻ പോട്ടി മിക്സൊക്കെ നിറച്ചിട്ട് ചട്ടിയിൽ നട്ടു കൊടുത്ത സിങ്കോണിയാണെന്ന് വിചാരിക്കേണ്ട. ഇത് ഞാൻ വെള്ളത്തിൽ വളർത്തിയിട്ടുള്ള സിങ്കോണിയാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് റൂട്ടൊക്കെ വരും, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ കുറേ ആയിപ്പോൾ കുറച്ചായി വെച്ചിട്ട്, കുറേ തരുമ്പോൾ 2-3 മാസമായിട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാനിത് വെള്ളം വീഴുന്ന, അതായത് വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്താട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സുന്ദരിയെ കണ്ടോ, ഞാൻ ചെറിയൊരു സ്റ്റെമ്മ് 2 സ്റ്റെമ്മ് വെച്ച് കൊടുത്താട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടിയിൽ നിന്ന് ഇവളെ വേറൊരു നല്ല ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അത് പൊട്ടിയ ചട്ടിയിലാണ്, അവൾക്ക് പുതിയ ചട്ടിയൊക്കെ വാങ്ങിയിട്ട് അവളെ ആ ചട്ടിയിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. അടുത്ത് തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റ് അരിയിലെ കാണാൻ. നമുക്കിത് നന്നായിട്ട് ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ബോൾ ഷേപ്പിലാക്കിയിട്ടില്ല, കാരണം എനിക്കത് മാറ്റി കൊടുക്കുന്ന സമയത്ത് എനിക്ക് മുകൾ വശത്ത് നിന്നൊക്കെ കട്ടിങ്സ് എടുത്തിട്ട് വേറെ നട്ടു കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കിയില്ല. അപ്പോൾ മുമ്പത്തെ എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ വൈറ്റ് അരിയിലെയും ഗ്രീൻ അരിയിലെയൊക്കെ ഞാനിങ്ങനെ ബോൾ ഷേപ്പിലാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അതൊക്കെ സെയിലായിപ്പോയതാണ്. ഇനിയിപ്പം വീണ്ടും തുടങ്ങാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ല ഭംഗിയിൽ ഇത് മാത്രം കേട്ടോ, ഈ 2 ചെടി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ പറ്റും കേട്ടോ.